നമസ്കാരം. ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ പൊടിക്കാറ്റിനിടയിൽ പ്രതീക്ഷിച്ചതുപോലെ വേഗത്തിൽ നിർണായക വിജയമൊന്നും സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ ക്ഷീണം അമേരിക്കൻ സൈനിക നേതൃത്വത്തിനുള്ളിൽ തന്നെ പലഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. സാങ്കേതിക മുന്നേറ്റവും അത്യാധുനിക ആയുധശേഷിയുമുള്ള സൈന്യമായിട്ടും ഇറാന്റെ പ്രതിരോധ രീതികളും അസമാനമായ പ്രതികരണങ്ങളും അമേരിക്കയെ കുരുക്കിയപ്പോൾ യുദ്ധഭൂമിയിൽ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി പ്രത്യക്ഷപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ മണ്ണിൽ കുടുങ്ങിയ സ്വന്തം വൈമാനികനെ സാഹസികമായി രക്ഷിച്ചെടുത്ത ദൗത്യം അമേരിക്കയ്ക്ക് വീണ്ടും ആത്മവിശ്വാസം പകരുന്ന ഒരു നിർണായക നാഴികക്കല്ലായി മാറുന്നത്. ശത്രുരാജ്യത്തിന്റെ ഹൃദയഭാഗം കടന്ന് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളും അതിവേഗ നീക്കങ്ങളും ഏകോപിപ്പിച്ച് നടത്തിയ ഈ രക്ഷാപ്രവർത്തനം യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ഒരു വിജയം കൂടിയാണ്. യുദ്ധഭൂമിയിൽ ഓരോ വിജയവും തോൽവിയും വെറും ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളിലല്ല, മറിച്ച് സൈനികരുടെ ആത്മവിശ്വാസത്തിലും രാജ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളിലും അത് പ്രതിഫലിക്കുന്നുവെന്ന സത്യത്തെ ഈ സംഭവ വികാസം ഓർമ്മിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥൻ ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടിരുന്നെങ്കിൽ യുഎസിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയായി. തുടർ ചർച്ചകളിലും സമാധാന ശ്രമങ്ങളിലും ഇറാൻ വിലപേശലുകൾക്കായി ബന്ദിയാക്കിയ വൈമാനികനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായി. വൈമാനികനെ കണ്ടാലുടൻ വെടിവെക്കണമെന്ന് ആദ്യം നിർദ്ദേശം കൊടുത്ത ഇറാൻ പിന്നീട് ജീവനോടെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പോലും പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിനിടെ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ആദ്യമായാണ് വിമാനം വെടിവെച്ച് വീഴ്ത്തപ്പെട്ടത്. ഇറാന്റെ വ്യോമ നാവികസേനകളെ പൂർണ്ണമായും നശിപ്പിച്ചെന്ന് വീമ്പ് പറഞ്ഞ പ്രസിഡന്റ് ട്രംപിനുള്ള കനത്ത പ്രഹരമായിരുന്നു. അമേരിക്കയുടെ ധീരരായ പോരാളികൾ ഇറാനിലെ ദുർഘടമായ പർവ്വത നിരകളിൽ നിന്നാണ് വൈമാനികനെ രക്ഷിച്ചതെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിനെ ആക്രമണമുണ്ടായ ഉടൻ രക്ഷിച്ചെന്നും സ്ഥിരീകരിച്ചു. മറ്റേ ഉദ്യോഗസ്ഥനെ കൂടി കണ്ടെത്താനുള്ള ദൗത്യത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഈ വിവരം മറച്ചുവെച്ചതെന്നും വ്യക്തമാക്കി. പൈലറ്റിനെ ഇറാന് പുറത്തെത്തിക്കാൻ 7 മണിക്കൂർ എടുത്തെന്നും പറഞ്ഞു. 2 വൈമാനികരെ വെവ്വേറെ രക്ഷപ്പെടുത്തുന്നത് സൈനിക ചരിത്രത്തിലെ ആദ്യ സംഭവമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. 100-ലേറെ സൈനികരും 10-ലേറെ യുദ്ധവിമാനങ്ങളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി. യുഎസും സഖ്യസേനകളും നടത്തുന്ന ഏറ്റവും സങ്കീർണവും സമയബന്ധിതവുമായ ഓപ്പറേഷനാണ് കോംബാറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ അല്ലെങ്കിൽ CSAR. അതേസമയം അമേരിക്കയുടെ ഈ ദൗത്യ വിജയത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിക്കുകയാണ് ചെയ്തത്. ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്ന് തകർന്നു കിടക്കുന്ന വിമാനങ്ങളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എക്സിൽ കുറിച്ചു. വൈമാനികനെ രക്ഷിച്ചുകൊണ്ടുപോയ US വിമാന വ്യൂഹത്തിലെ 2 C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടെന്നാണ് ഇറാൻ അറിയിച്ചത്. ശത്രുവിന്റെ കയ്യിൽ ആധുനിക യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും എത്താതിരിക്കാൻ തങ്ങൾ അത് നശിപ്പിച്ചു എന്നാണ് US വാദം. ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മേഖലയിൽ കുടുങ്ങിപ്പോയ വിമാനങ്ങളെയാണ് സ്ഫോടനത്തിലൂടെ തകർത്തത് എന്നാണ് വിവരം. അതിനിടയിൽ ഇറാന്റെ ശേഷിക്കുന്ന നേതാക്കളെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പറഞ്ഞു. ഇറാന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നിരന്തരമായ മിസൈൽ ഭീഷണികൾക്കും ഇടയിൽ നടത്തിയ ഈ ദൗത്യം അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രപരമായ കഴിവിനെയും അതിന്റെ ധൈര്യത്തിനെയും തെളിയിക്കുന്നതാണ്. എന്നാൽ ഇതിലൂടെ ലഭിച്ച ആത്മവിശ്വാസം യുദ്ധത്തിലെ വലിയ തിരിച്ചടികളെ മറച്ചുവെക്കാൻ മതിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഒരു വശത്ത് തന്ത്രപരമായ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും മറുവശത്ത് നീണ്ടു നിൽക്കുന്ന യുദ്ധം സൃഷ്ടിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം ഒരു സൈനികന്റെ ജീവൻ രക്ഷിച്ചതിലുപരി യുദ്ധത്തിൽ തളർന്നു പോകുന്ന ഒരു ശക്തിയുടെ ആത്മാവിനെ തന്നെ തിരികെ ഉയർത്താനുള്ള ശ്രമമായി വിലയിരുത്താം. പക്ഷെ ഒരു ധൈര്യകരമായ ദൗത്യത്തിന്റെ തിളക്കത്തിനപ്പുറം യുദ്ധത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന ചോദ്യമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.